അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മളെ വർക്ക് എ സിൻ്റെ ആണ്. അങ്ങനെ നമുക്കൊരു കംപ്ലൈൻറ്റ് വന്ന് എ സി കൂളിംഗ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഓണറുടെ ഫാം ഹൗസാണ്. ആ ഫാം ഹൗസിൽ അവരുടെ വില്ലുണ്ട്. അതിൽ മാസ്റ്റർ ബെഡ്റൂമിൽ എ സിയാണ് വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ട് ചെക്ക് ചെയ്ത് അവിടുത്തെ കെയർ ടേക്കർ ഉണ്ട്, അവിടുത്തെ സെക്യൂരിറ്റി പുള്ളി പറഞ്ഞ് കൂളിങ് പോരാ. അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ ഒരുപാട് എ സികളുണ്ട്. നമുക്കതിൽ സർവീസിന് ആയിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കിയേക്കുമ്പം ഐസ് പിടിക്കുന്ന ഒരു ഇഷ്യൂ ഞങ്ങൾ കണ്ട്. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പം ഗ്യാസ് കുറവുള്ള മാതിരിക്കാണ് തോന്നിയത്. അങ്ങനെ ഇതുകൂടാതെ വേറൊരു എ സിയും കൂടി ഉണ്ട് ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ. അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സൗണ്ട് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ സൗണ്ടിൻ്റെ ഇഷ്യൂ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ വാഷർ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കംപ്രസറിൽ നിന്ന് ബേസിലെ വാഷർ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞങ്ങൾ അതിൻ്റെ എ സിയുടെ പ്രഷർ ചെക്ക് ചെയ്യുക, മറ്റേ ഗ്യാസിൻ്റെ അളവ് ചെക്ക് ചെയ്യാണ്. അപ്പോൾ നോക്കുമ്പം ഒരു 10 പോയിൻ്റ് കുറവുള്ള മാതിരിക്ക് തോന്നി. അങ്ങനെ ഞങ്ങളതെല്ലാം നോക്കിയിട്ട് ഇപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ നോക്കുകയാണ്. നോക്കുമ്പോൾ 65 വേണ്ടടുത്ത് 55ൻ്റെ ഉള്ളിലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ചെക്ക് ചെയ്തിട്ട് ക്ലിയർ ആക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സൂപ്പർവൈസർ കൊണ്ട് അപ്പം പുള്ളി പറഞ്ഞ് ഇപ്പോഴത്തേക്ക് ഇത് ഗ്യാസ് കയറ്റിയിട്ട് നോക്ക്, എന്നിട്ട് ആംബിയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ആംബിയറൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആംബിയർ യൂണിറ്റ് വർക്ക് ചെയ്യുമ്പം ആംബിയർ നോർമൽ എടുക്കണ മാതിരിക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇൻഡോർ നോക്കാൻ പോവാണ്. ഇപ്പോൾ അതിൻ്റെ ഇൻഡോറിൽ നോക്കുമ്പം ഇഷ്യൂ ഒന്നുമില്ല, നല്ലതായിട്ട് തണുക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട്. തണുപ്പൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അവർക്കത് പോരല്ലോ, ഓണേഴ്സിന് അത്യാവശ്യം നല്ല തണുപ്പ് വേണ്ടേ. അങ്ങനെ അത് നോക്കി യൂണിറ്റെല്ലാം അഴിച്ച് ക്ലിയർ ചെയ്ത് ഇപ്പോൾ ടെമ്പറേച്ചർ താഴ്ത്തിയിട്ട് യൂണിറ്റ് വർക്ക് ചെയ്യിച്ചാണ്. കാരണം കട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വേറെ ഇഷ്യൂ ഒന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗ്യാസ് ഫില്ല് ചെയ്യാന്നുള്ളൊരു ഇതിലെത്തി. അപ്പോൾ നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചായിട്ട്. ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് അത് നോക്കുമ്പം എന്നിട്ടും ഐസിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പർവൈസർ സജസ്റ്റ് ചെയ്ത് നമുക്കത് ഇപ്പോൾ നിർത്തിയിട്ട് നാളെ വരാം. കാരണം ഫുൾ സിസ്റ്റം നമുക്കത് ഫ്ലഷ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ചെയ്യുക, ഗ്യാസ് നിറച്ചിട്ട് ചെയ്യുക. കാരണം അതിലെന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന്